ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ 2 കളറിലുള്ള വട്ടയപ്പമാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് മാവരക്കുകയോ അരിയെ കുതിർത്തുകയോ ഒന്നും തന്നെ വേണ്ട. 5 മിനിറ്റിൽ മാവ് റെഡിയാക്കി വളരെ എളുപ്പത്തിൽ തന്നെ നല്ല സ്വാദൂറും വട്ടയപ്പം നമുക്ക് തയ്യാറാക്കാം. നിങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് എല്ലാം വരുന്നൊരു സമയത്ത് അവർക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി കൊടുത്ത് അവരുടെ മുന്നിൽ സ്റ്റാർ ആവാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ്. നല്ല സ്വാദാണ്, ഏവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണേ. അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിലോ വളരെ സോഫ്റ്റ് ആണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകും വിധമാണ് ഈ ഒരു വട്ടയപ്പം നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന 2 കളർ വട്ടയപ്പം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഡബിൾ ഷെയ്ഡ് വട്ടയപ്പം തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം അളവിൽ 3 ക്യാരറ്റാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ക്യാരറ്റിനെ കട്ട് ചെയ്ത് കൂടെ വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റിനെ ഒരു കുക്കറിലേക്ക് കൂടെ മാറ്റാം. നമുക്ക് ഈ ക്യാരറ്റിനെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് 1/2 കപ്പ് അളവിൽ തിളപ്പിച്ച ആറിയ പാല് കൂടെ ചേർക്കുന്നുണ്ട്. പാലിനെ തിളപ്പിച്ച് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോവാനും സാധ്യതയുണ്ട്. പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്കറിനെ മൂടിയിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെയും ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിനെ അടപ്പിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ, അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ 3 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിടുവാണ്. അതിനുശേഷം നല്ലതുപോലെ ചൂടാറിയിട്ട് കുക്കറിനെ ഒന്ന് തുറന്നുകൂടെ നോക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റിനെ ഒന്ന് ചൂടാറാനായിട്ട് വെച്ച് കൊടുക്കണം. ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അരച്ചുകൂടി എടുക്കേണ്ടതാണ്. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്യാരറ്റ് നല്ലവണ്ണം ചൂടാറി വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വേവിച്ച പാലോടുകൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സിയിലേക്ക് ക്യാരറ്റിനെ എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചിട്ട് വരാം. ക്യാരറ്റിനെ വളരെ എളുപ്പത്തിൽ തന്നെ ഇതേ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത ക്യാരറ്റിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കണം. 1/4 കപ്പോളം പഞ്ചസാര ചേർക്കുവാണ്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്കൊരു 3 ഏലക്ക തോലെല്ലാം മാറ്റിയിട്ട് അതുകൂടെ ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് വറുത്ത നൈസ് അരിപ്പൊടിയാണ്. അരിപ്പൊടി കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് പാൽ കൂടി ചേർത്തിട്ട് ഇതിന് നല്ല വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കുമ്പോൾ ഒരു തരി പോലും കട്ടകളില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ടും. ഇനി നമുക്ക് വട്ടയപ്പം തയ്യാറാക്കി എടുക്കാനുള്ള പാത്രത്തിലേക്കാണ് ഇതിനെ ഒഴിച്ചു കൊടുക്കേണ്ടത്. വട്ടയപ്പം തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിതുപോലൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യെല്ലാം ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്കാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. പാത്രത്തിലേക്ക് ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബാറ്റർ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ കിട്ടുന്ന രീതിയിലായിരിക്കണം ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ മേലെയായിട്ട് ഒരു തട്ടം വെച്ചിട്ട് ഈ ഒരു തട്ടത്തിൻ്റെ മേളിലേക്കാണ് ഞാനിവിടെ പാത്രത്തിനെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഞാനിവിടെ ഇതുപോലൊരു പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഇഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആദ്യ ബാറ്റർ വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു ബാറ്റർ കൂടെ തയ്യാറാക്കണം. ഇതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പോളം പഞ്ചസാര ചേർത്തു. കൂടെ തന്നെ 1/4 കപ്പ് തന്നെ അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അരിപ്പൊടിയുടെ കൂടെ തന്നെ 1/4 കപ്പോളം പാല് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 3 ഏലക്ക തോല് കളഞ്ഞ് ചേർക്കുവാണ്. കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ലൂസായിട്ട് തന്നെ ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ ഇത്രയും ലൂസായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്ററിനെ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ആദ്യ ലെയർ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് താഴത്തേക്ക് ഇറക്കി വയ്ക്കാം. ഇനി ഇറക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് ലെയറിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരിപ്പൊടിയെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. അരിപ്പൊടിയെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ലൂസായിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ ചെയ്തപ്പോൾ കുറച്ച് കട്ടിയായി പോയിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കിയും കൂടെ കൊടുക്കണം.
ഞാനിപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ഒന്ന് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഷേപ്പാക്കി എടുത്തിട്ടുള്ളതിനെ നമുക്കൊന്നുകൂടെ വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റാം. അടുപ്പിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു 10 മിനിറ്റ് നേരം കൂടെ ഇതുപോലെ തന്നെ വേവിച്ചെടുക്കണം. 10 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും മൂടി തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ വട്ടയപ്പം നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊന്ന് കുത്തിയും കൂടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തരി പോലും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ വെന്തു എന്നാണ് കേട്ടോ അർത്ഥം. ഇനി നമുക്ക് ഈ പാത്രത്തിനെ താഴേക്കൊന്ന് ഇറക്കി വെക്കാം. പാത്രത്തിനെ താഴേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലതുപോലെ ഒന്ന് ചൂടാറി വരണം. നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്പാച്ചുല വെച്ചിട്ട് അരികുഭാഗമൊക്കെ ഒന്ന് വിടർത്തിയും കൂടെ കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് വിടർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്ലേറ്റിലേക്കാണ് മറിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് മറിച്ചുകൂടെ കൊടുക്കാം. പ്ലേറ്റിലേക്ക് ഞാനിവിടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പാത്രത്തിനെ ഒന്ന് എടുത്തു മാറ്റാവുന്നതുമാണ്. നമ്മുടെ വട്ടയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വട്ടയപ്പത്തിനെ ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കാവുന്നതാണ്. നമ്മുടെ വട്ടയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഈ ഒരു വീഡിയോയും കണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ക്യാരറ്റും പാലും പഞ്ചസാരയും കൂടി ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റോടു കൂടിയുള്ള നല്ല ഡബിൾ ഷെയ്ഡ് വട്ടയപ്പമാണ്. ഈ ഒരു വട്ടയപ്പം റെസിപ്പിയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങൾ ഈ വട്ടയപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ ക്യാരറ്റിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ ചേർക്കേണ്ടതാണ്. അതുപോലെ തന്നെ അരിപ്പൊടിയുടെ അളവ് വളരെ കുറച്ച് എടുത്താലും മതിയാകും. അരിപ്പൊടി എടുക്കുമ്പോൾ നല്ല ലൂസാക്കി വേണം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടും. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു വട്ടയപ്പത്തിൻ്റെ മറുവശം കൂടെ നമുക്കൊന്ന് മറിച്ച് നോക്കാവുന്നതാണ്. നമ്മൾ ഈ വട്ടയപ്പത്തിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ വട്ടയപ്പത്തിനെ തയ്യാറാക്കിയപ്പോൾ നല്ല വൈറ്റ് കളറായിരുന്നു. ഇതിൻ്റെ മുകൾ ഭാഗം ഞാനൊന്ന് മറിച്ച് നോക്കിയപ്പോൾ ഇതേ ഒരു രീതിയിലേക്ക് കളർ മാറിയിട്ടുണ്ട്. നല്ല വൈറ്റ് കളറായിട്ടിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിക്കാൻ മറക്കല്ലേ. ഇപ്പോൾ രണ്ടു ഭാഗവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വട്ടയപ്പത്തിനെ നമുക്കിവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെയായിട്ട് ഞാനൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കാം. ഞാനിവിടെ ക്യാമറ ഓണാക്കുന്നതിന് മുമ്പ് തന്നെ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടോ. നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് നമുക്കിതിനെ തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. കയ്യിലെടുത്താൽ ഒട്ടിപ്പോകുന്ന വിധത്തിലാണ് ഇതിനെ ഇവിടെ നമുക്ക് വേവിച്ചെടുക്കാനും സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്തിട്ട് തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിനായിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേ. വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആളുകളിലേക്കും നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. ഈ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.